നമസ്കാരം, പെറ്റ് ലവേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്കടുത്തുള്ള റുബീന ഇത്തയുടെ വീട്ടിലെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. റുബീന ഇത്തയോടെ ചെയ്യുന്നത് 50-ൽ പരം വെറൈറ്റി 10 മണി ചെടികളുടെ പ്ലാന്റിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. അതിപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ഒരു നല്ല സൈഡ് വരുമാനമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ് 10 മണി ചെടികൾ. ഇപ്പോൾ അതിൻ്റെ ശരിക്കും സീസണാണ്. ഈ വേനൽക്കാലമാണ് 10 മണി ചെടികളിലൊക്കെ നല്ലൊരു സീസൺ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പൂവുണ്ടാവുന്നതും ആ ടൈമിലൊക്കെയാണ്. അപ്പോൾ ഈ ടൈമിലാണ് നല്ല മാർക്കറ്റിങ്ങും പിന്നെ അത് ചെയ്യാൻ പറ്റിയ ടൈമൊക്കെ ഇതാണ്. അപ്പോൾ നമുക്ക് റുബീനയുടെ 10 മണി ചെടികളുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ചാലക്കുടിക്കാരനാണ്. നമ്മൾ ചാലക്കുടിക്ക് ഇപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യണത് നമ്മുടെ ചാലക്കുടിക്ക് തൊട്ടടുത്തുള്ള പെറ്റ്സിനെ വളർത്തുന്നവരും ഇതേപോലെ നഴ്സറികളും ഇതേപോലെ ചെടികൾ ചെറിയ തോതിൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നൊരു ഇതോടുകൂടിയാണ് നമ്മുടെ ചാനൽ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെയുള്ള കൃഷികളോ അല്ലെങ്കിൽ പെറ്റ്സോ അല്ലെങ്കിൽ പെറ്റ് ഷോപ്പുകളോ നമ്മുടെ ചാനലിലൂടെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഇതൊക്കെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് വേണം നമ്മുടെ ചാനലിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ റുബീന ഇത്തയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ട് കോടശ്ശേരി പഞ്ചായത്തിൽ നായരങ്ങാടി എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. 10 മണിയുടെ ഒരു ചെറിയൊരു കളക്ഷനാണ്, വലുതായിട്ടില്ല. നമുക്ക് ചെറിയൊരു കളക്ഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഒരു 50 വെറൈറ്റീസിലാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അത് പല പോട്ടിലാക്ക, പിന്നെ പർസ്ലൈൻ, ജംബോ ഐറ്റംസ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്നത് ടൈഗർ സ്ട്രിപ്പ്, റോയൽ മജന്ത, അങ്ങനത്തെ ഒരു ഐറ്റംസൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇതിനൊരു ഫാഷൻ തുടങ്ങിയിട്ട് 5 വർഷത്തിൽ കൂടുതലായി തുടങ്ങിയിട്ട്. ഒരു കളക്ഷൻ ഇങ്ങനെ തുടങ്ങിയിട്ട് 5 വർഷത്തിന് കൂടുതലായിട്ടുണ്ട് നമ്മളിപ്പോൾ ചെയ്തു തുടങ്ങിയിട്ട്. കളക്ട് ചെയ്തത് നമ്മളിപ്പോൾ ഓരോരുത്തരും നമുക്ക് കേരളത്തിലെ ഉടനീളം കുറേയൊക്കെ നമ്മുടെ തായ് വെറൈറ്റീസ് ആണ്. അപ്പോൾ കേരളത്തിലുടനീളം മിക്കവാറും പേരിലൊരു കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഇങ്ങനെ കളക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. ഇപ്പോൾ സെയിൽ നമ്മളിപ്പോൾ ഒരു ജനുവരി മുതൽ സെയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 20 വെറൈറ്റീസ് ആണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊറിയർ നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 സ്റ്റെം വെച്ചിട്ട് ടാഗ് ചെയ്തിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് കെട്ടി ബോക്സിലാക്കിയിട്ടാണ് നമുക്ക് കൊറിയറായിട്ട് അയക്കുന്നത്. കേരളത്തിന് പുറത്തും ചെയ്യുന്നുണ്ട്. നമ്മൾ ബാംഗ്ലൂർ, ചെന്നൈ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ.
ഇത് 10 മണിയുടെ കാര്യത്തിൽ നമുക്ക് ഒരു പേടിയും വേണ്ടാത്തൊരു കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നമുക്കൊരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ നമുക്ക് 10 മണി ഒരു വാട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഫ്രഷായി തന്നെ നമുക്ക് ഇരിക്കാൻ കഴിയും. പക്ഷെ എന്നാലും നമുക്ക് കേരളത്തിൽ ഒറ്റ ദിവസം, അതായത് ഇന്ന് ഒരു തിങ്കളാഴ്ച അയച്ചു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച കിട്ടുന്ന രീതിയിൽ തന്നെ മിക്കവാറും എല്ലാ സ്ഥലത്തും ഇപ്പോൾ എത്തുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് ബാംഗ്ലൂർക്ക് ചെന്നൈക്കൊക്കെയാണ്. അപ്പോൾ 5 ഡേ അവർ പറയും, നമുക്ക് ഓഫീസിൽ അവർ കൊറിയർ ഓഫീസിൽ പറയുമെങ്കിലും 3 ഡേ കൊണ്ട് തന്നെ നമുക്ക് അവിടെ എത്തിക്കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമുക്കിപ്പോൾ വീട്ടമ്മമാർക്ക് ഒരു വരുമാന മാർഗ്ഗമാക്കാൻ പറ്റുന്ന ഇതാണല്ലോ. തീർച്ചയായും ഈ 10 മണി കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീട്ടമ്മയ്ക്കും, വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക്, അതായത് ഒരുപാട് ടൈം നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരുപാട് ടൈം വെറുതെ ഇരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. അവർക്കൊക്കെ ശരിക്കും ഒരു വരുമാന മാർഗ്ഗം തന്നെയാണ്. മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് കൊണ്ടുപോയൊരു ചെറിയൊരു വരുമാന മാർഗ്ഗം തന്നെയാണ് നമ്മുടെ 10 മണി കളക്ഷൻ, 10 മണി സെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ. ഇതിൻ്റെ പ്ലാന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും 10 മണി നടുമ്പോൾ ചെറിയ പീസുകളായിട്ട് തന്നെ നമുക്ക് നട്ടു കൊടുക്കാം. ഇപ്പം നമ്മൾ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നത് 3 സ്റ്റെം ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരു സ്റ്റെമ്മ് തന്നെ നമുക്കൊരു 4 പീസെങ്കിലാക്കിയിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുത്താലാണ് ബുഷിയായിട്ട് നല്ല തിക്കായിട്ടും അത് നമുക്ക് വലുതായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിവളമായിട്ട് നമുക്ക് നമ്മുടെ സാധാരണ നമ്മൾ പച്ചക്കറിക്കൊക്കെ ചെയ്യുമ്പോൾ തന്നെ ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്കോ അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പോട്ടിംഗ് മിശ്രിതം ഒക്കെ തയ്യാറാക്കിയിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ എന്തൊക്കെ മിക്സ് നമ്മൾ വളങ്ങളൊക്കെ ഇടുന്നത്? വളങ്ങൾ നമ്മൾ പോട്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ അടിവളമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അതൊന്നും ഇല്ല, വെറുതെ മണ്ണിൽ തന്നെ വെച്ചാൽ യാതൊരു പ്രശ്നമില്ലാത്തൊരു കാര്യം തന്നെയാണ് കേട്ടോ 10 മണി. ഒരിത്തിരി കെയറിങ് നമ്മൾ കൊടുത്താൽ മാത്രം മതി 10 മണിക്ക്. പിന്നെ നമുക്കത് വലുതായി വരുമ്പോൾ നമുക്ക് നട്ട് ഒരാഴ്ച കഴിഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് വളങ്ങൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജൈവമായിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ കടലപ്പിണ്ണാക്ക്, ചാണകം കൂടെ തിക്കായിട്ട് ഒരു 5 ദിവസം നമ്മൾ പുളിപ്പിക്കാൻ വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ശേഷം അതിൽ നിന്ന് ഒരു കപ്പ് എടുത്തിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരു കപ്പ് എടുത്തിട്ട് 10 ലിറ്ററിൻ്റെ വെള്ളമാക്കി ഡൈലൂട്ട് ചെയ്യും നമ്മൾ. അതിനുശേഷം നമ്മളത് ഓരോ കപ്പ് വെച്ചിട്ടാണ് ഓരോ ചെടിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ ഇപ്പോൾ സീസൺ എങ്ങനെയാണ് പറഞ്ഞത്? സീസൺ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് ഇതിൻ്റെ ഒരു 10 മണി ചെടിയുടെ കെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ് മഴക്കാലം. അതൊരു 3 പ്രാവശ്യമെങ്കിലും നമുക്ക് പ്രൂൺ ചെയ്തിട്ട് നിർത്തേണ്ട ഒരു സംഭവം വരുന്നുണ്ട് മഴക്കാലമാകുമ്പോൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, അത് തുടർച്ചയായിട്ടുള്ള മഴകൾ കൊള്ളുമ്പോൾ തണ്ടുകളൊക്കെ ചീഞ്ഞു വന്നാൽ അത് നമ്മുടെ ഈ ചെടികൾ ഇത്തിരി വെള്ളം ബാലൻസ് ചെയ്ത് നിർത്താൻ കഴിവുള്ളൊരു ചെടികളാണ് 10 മണി ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരുപാട് വെള്ളം ചെല്ലുമ്പോൾ അത് ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം മഴക്കാലത്ത് കെയറിങ് നമ്മളെപ്പോഴും ഒരു ചെടിച്ചട്ടിയുടെ മുകൾ ഭാഗം വെച്ചിട്ടോ അല്ലെങ്കിൽ റോ ബാഗിൻ്റെ മുകൾ ഭാഗം വെച്ചിട്ടോ നമുക്കത് പ്രൂൺ ചെയ്തിട്ട് നിർത്താണ് നമ്മൾ ചെയ്യാറ്. ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മളത് പ്രൂൺ ചെയ്ത് നിർത്താറുണ്ട്. എന്നാലാണ് നമുക്ക് അടുത്ത സീസൺ തുടങ്ങുന്നത്. നവംബർ മുതലാണ് നമുക്കിതിൻ്റെ സീസൺ തുടങ്ങുന്നത്. അതായത് മഞ്ഞുകാലം തൊട്ടിട്ട് തുടങ്ങും. അപ്പോൾ തൊട്ട് ഫ്ലവറിങ് നല്ലോണം ആയി തുടങ്ങും. ഇതിനിപ്പോൾ വേനൽക്കാലമാണോ മഴക്കാലമാണോ ഏറ്റവും നല്ല കൂടുതൽ പൂവുണ്ടാവുന്ന ടൈമൊക്കെ? പൂവുണ്ടാവാൻ ടൈം എപ്പോഴും നമുക്ക് നവംബർ മുതൽ വേനൽക്കാലമാണ്. അതായത് നല്ല വെയിൽ വേണം. ഡയറക്റ്റായിട്ട് വെയിൽ കിട്ടിയാലാണ് നമുക്കതിൻ്റെ ഫ്ലവറിങ് കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ പലരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫ്ലവറിങ് ഇല്ല, ചെടിയുണ്ട് ഫ്ലവറിങ് ഇല്ല എന്നൊരു പ്രശ്നം പറയുന്നുണ്ട്. പക്ഷെ ഇതിന് നമുക്ക് കറക്റ്റായിട്ടുള്ള വളപ്രയോഗം, അതുപോലെ തന്നെ നനയും നമുക്ക് കറക്റ്റായിട്ട് വേണം. ചിലവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് 2 ദിവസം കൂടുമ്പോൾ നമുക്ക് ഇതിൻ്റെ നന ആവശ്യമുള്ളൂ, നനയില്ലാത്ത ചെടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ശരിയല്ല. എന്തായാലും നമുക്ക് രാവിലെയും വൈകുന്നേരം നമുക്ക് ഒരു മഞ്ഞുകാലം കഴിഞ്ഞ് ചൂട് നല്ല കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 നേരം നമ്മൾ തീർച്ചയായിട്ടും നനച്ചു കൊടുക്കണം. എന്നാലാണ് നമുക്ക് ആ ഗ്രോത്തോട് കൂടിയിട്ടുള്ള ഒരു ചെടി നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ പൂക്കളും നല്ലോണം ഉണ്ടാവാനും വെയിൽ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. ഡയറക്റ്റായിട്ട് നമുക്ക് വെയിൽ കിട്ടണം, എന്നാൽ മാത്രമേ നല്ലോണം ഫ്ലവറിങ് ആയിട്ട് നമുക്ക് ഉണ്ടാവുള്ളൂ. ഇവിടെ നമ്മുടെ ഇപ്പോൾ ഒട്ടുമിക്ക വെറൈറ്റിയും പൂവായിട്ടുണ്ടല്ലോ. അതെ, ഇപ്പോൾ ഒട്ടുമിക്ക വെറൈറ്റിയും പൂവായിട്ടുണ്ട്. പക്ഷേ ഇനിയും പൂവാവാനും ഉണ്ട്. നമുക്കൊരു 20 കളേഴ്സ് ഇനിയും ആയി കിട്ടാനുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോന്നൊക്കെ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഓരോ വെറൈറ്റികൾ നോക്കാം ഇനി ഇതിൽ. അതെ,
പോസ് ചെയ്യാമെന്നല്ലേ. ഇതേതാ പറഞ്ഞാൽ ഇത് നമുക്ക് ഇത് ജംബോ ഐറ്റംസ്, ജംബോ വെറൈറ്റീസ് ആണ്. ഇത് വലിയ പൂക്കളായിരിക്കും. ഇത് മിക്കവാറും ഒരു വൈകുന്നേരം വരെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പൂവാണ്. എത്ര കളർ ഉണ്ട് ഇപ്പോൾ നമ്മുടെ ജംബോയിൽ? ഇതിൻ്റെ ഇപ്പോൾ ഒരു മിനി ജംബോ ഒരു 2 ഐറ്റംസ് ഉണ്ട്. പിന്നെ മിനി ജംബോ എന്ന് പറയുമ്പോൾ വൈറ്റ് ഉണ്ട്, പിന്നെ റോസ്. ഇതൊക്കെ നമുക്ക് മിനി ജംബോ ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഒരു മിനി ജംബോ ഐറ്റംസിൽ വരുന്ന ഒരു കളേഴ്സാണ്. പിന്നെ അടുത്തത് പറഞ്ഞത് ഇതും ജംബോ സൈസ്. അതെ, അതൊക്കെ ജംബോ സൈസാണ്. ഇതിന് വലിയ പൂക്കൾ വരുന്നത്. പിന്നെ അവരുടെ തണ്ടിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നല്ല കട്ടിയുള്ള, ഇവരെക്കാട്ടും പോട്ടിലാക്കിയതിൽ കട്ടിയുള്ള തണ്ടുകളാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇത് വരുന്നത് ഇത് സിൻഡ്രല്ല ഐറ്റംസിൽ പെട്ട ഒരു വെറൈറ്റീസ് ആണ്. അത് നമുക്കൊന്നായി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതിൻ്റെ ഒരു 15 വെറൈറ്റിയോളം ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിൽ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നൊരു 4 കളേഴ്സാണ് നമ്മളതിൽ സെയിൽ ചെയ്യുന്നുള്ളൂ. ഇതൊക്കെ സിൻഡ്രല്ലയിൽ പെട്ട കളേഴ്സാണ്. ഇത് നമുക്ക് പോട്ടിലാക്ക ഇതിൽ പെട്ടതാണ്. ഈ ഐറ്റംസ്, ഈ കളേഴ്സൊക്കെ നമുക്ക് യെല്ലോ, വൈറ്റ്, പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഷെയ്ഡായിട്ട് ഡബിൾ ഷെയ്ഡായിട്ട്. അതെ, ഡബിൾ ഷെയ്ഡാണ്. ഡിമാൻഡ് വരുന്നത് മിക്കവാറും എല്ലാവരും ചോദിക്കുക ഡബിൾ ഷെയ്ഡുള്ള കളറുകളാണ് എല്ലാവർക്കും ഇഷ്ടം കൂടുതൽ. അതെ, കട്ടയ്ക്ക് തന്നെയാണ് ഡിമാൻഡ് വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് ഷെയ്ഡ് കളറുകൾ, ഡബിൾ ഷെയ്ഡായിട്ട് വരുന്നത് മിക്കവാറും ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു കുട്ടിക്കാലത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് ശരിക്കും ഒരു 10 മണി കളർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ മജന്ത, ഈ കളറിൽ നമുക്ക് 10 മണി കളർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ഉദ്ദേശിച്ചിരുന്നൊരു കളർ. പണ്ട് അത് മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വൈറ്റ് കാണാമായിരുന്നു. ഇപ്പോൾ ഒരുപാട് ബാക്കി നമുക്ക് വന്നിരിക്കുന്നതൊക്കെ തായ് വെറൈറ്റീസാണ്. ആ റെഡ് മിക്സഡ് കളേഴ്സൊക്കെ നമുക്ക് തായ് വെറൈറ്റീസാണ്. നമുക്ക് ഇപ്പം നമുക്കിതിപ്പോൾ കേരളത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഇപ്പോൾ കൊടുക്കാനുണ്ടല്ലോ. അതെ, ഇതൊക്കെ നമ്മൾ അതൊക്കെ നമ്മളിപ്പോൾ കൊടുക്കുന്നതാണ്. അതെ, അതൊക്കെ നമുക്ക് പോട്ടിലാക്കിയതിൽ വരുന്ന ഇതാണ്. ഇതൊക്കെ നമുക്ക് ഇത് സാധാരണ നമുക്ക് പീച്ച് കളറിൽ തന്നെ വരുന്നതാണ്. ഇത് അതിൻ്റെ ഒരു ഷെയ്ഡിങ് പീച്ചിൽ തന്നെ ഒരു മജന്ത ഷെയ്ഡിങ്ങോട് കൂടിയിട്ട് ഡബിൾ കളറായിട്ട് വരുന്നതാണ്. എല്ലാവർക്കും ഡബിൾ കളറാണ് എല്ലാവർക്കും ഒരു താല്പര്യം കൂടുതൽ. ഇതൊക്കെ ഓരോ തായ് വെറൈറ്റീസാണ്. ഇതൊക്കെ സൈഡിൽ മാത്രം ഒരു കളർ ചേഞ്ച്. ഇതതുപോലെ തന്നെ നമുക്ക് റോസ് കളറിൽ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു കളറാണത്. ഡബിൾ ഷെയ്ഡായിട്ട് വരുന്ന ഇതാണ് നമുക്ക് പർസ്ലൈൻ ഐറ്റംസിൽ വരുന്നതാണ്. നമുക്ക് ഈ ഐറ്റംസ് അതിൻ്റെ എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പരന്ന് തന്നെയാണ് ഇരിക്കുക. അതെ, ഇത് നമുക്ക് ഒരു 1 ലെയറാണ് ഇതിൻ്റെ. അതെ, ഇത് പർസ്ലൈനിൽ പെട്ട ഒരു വെറൈറ്റി ഡബിൾ ഷെയ്ഡാണ് ഇതിൻ്റെ വെറൈറ്റീസ്. ഇതിൻ്റെ ഒരുപാട് ഡബിൾ ഷെയ്ഡ് കളറുകൾ നമുക്കിതിൽ ഉണ്ട്. കുറേയൊക്കെ പൂക്കൾ വിരിയാണ്ട്. പിന്നെ നമ്മൾ ഈ വെട്ടിയെടുക്കുമ്പോൾ തന്നെ കുറേ ഇതുണ്ട്. ചില ദിവസം പൂക്കൾ നല്ലോണം ഉണ്ടാവും. ഇതിപ്പോൾ അതെ, നമുക്ക് വീട്ടിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പ്രൂൺ ചെയ്ത് നിർത്താണ്. അപ്പം നല്ലോണം കുറ്റിയായിട്ട് തന്നെ വേഗം ബുഷിയായിട്ട് നമുക്ക് പൂക്കൾ ഉണ്ടായിട്ടും കണ്ണികൾ ഉണ്ടായിട്ടും അതിൽ നിറയെ പൂക്കളുമായി കിട്ടും. പിന്നെ ഒരു വെറൈറ്റീസാണ്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഈ ഐറ്റംസൊക്കെ നമുക്ക് സിൻഡ്രല്ല ഐറ്റംസാണ്. സിൻഡ്രല്ല പൂക്കൾ അതെ പൂവിട്ട് തുടങ്ങണേ ഉള്ളൂ. അതിൻ്റെ ഒക്കെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെറുതായിട്ട് ചെയ്യാണ് ഏറ്റവും നല്ലത്. അതെ, ചെറിയ പോട്ടിലാക്കിയിട്ട് നമുക്കത് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് സ്റ്റെമ്മുകൾ വലുതാക്കി എടുക്കാം. വലുതാക്കി നമുക്ക് ഗ്രോ ബാഗിലേക്കോ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. ചട്ടിയിലോ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൗകര്യം പോലെ നമുക്ക് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. എപ്പോഴും ചെറുതായിട്ട് വെക്കുക. അത് മദർ പ്ലാന്റ് ആക്കിയിട്ട് നമുക്ക് നിർത്തും ചെയ്യാം. ചട്ടിയിൽ സെറ്റ് ചെയ്ത് നമുക്ക് ഇത് നമ്മൾ ചട്ടിയിൽ ഇതൊക്കെ നമ്മൾ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനായിട്ട്
അതെ സെറ്റ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഇതിപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച ഒരു 60 ഒരു 2 ആഴ്ച മുന്നേ ഒരു 60 ചട്ടി ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 30 രൂപ ആ റേറ്റിനൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ഒരു ചട്ടിക്ക് നമുക്ക് ഒരു 2 ആഴ്ചത്തെ പ്ലാൻസ് 30 രൂപ ഒക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ നല്ല ഇതാണല്ലോ 10 മണി. അതെ 10 മണി വെർട്ടിക്കൽ ഗാർഡന് നല്ലൊരു പരിപാടി തന്നെയാണ്. വീട് പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നവരിപ്പോൾ അങ്ങനെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെ ചെയ്ത് വെർട്ടിക്കൽ ഗാർഡനായിട്ട് കൊടുക്കുന്നുണ്ട്. 2 ആഴ്ച വെച്ച് പ്ലാന്റ്സ് ആക്കി അപ്പോൾ പൂക്കൾ വിരിഞ്ഞ് തുടങ്ങും 2 ആഴ്ച കൊണ്ട് തന്നെ. ഇതിപ്പോൾ എല്ലാ പല കളറും സെറ്റ് അല്ലെങ്കിൽ ഓരോ കളർ ഇത് പോരാ, ഓരോ കളർ ഓരോ ഇതിലും പോട്ടിലും ഓരോ കളറാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഓക്കെ ഇതിപ്പോൾ എല്ലാവരുടെയും 10 മണിയുടെ നല്ല കളർ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എല്ലാ ഉള്ള സ്ഥലത്തൊക്കെ. അതെ ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ 10 മണി ഇവിടെ നമ്മൾ പുതിയ കളേഴ്സ് ശ്രമിക്കാറുണ്ടോ? അതെ അതെ അതാണ് അത് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. പുതിയ കളേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതപ്പോൾ നമുക്ക് ഒരു പോളിനേഷൻ ചെയ്യാം. ഇപ്പോൾ ഈ രണ്ട് കളർ ഇപ്പോൾ നമുക്ക് ഒരു ഡബിൾ കളർ ആക്കി എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇങ്ങനെ ഒരു ഹാൻഡ് പോളിനേഷൻ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നത്തെ കിട്ടുന്നത് പിന്നത്തെ കിട്ടുന്നത് നമുക്കത് കളർ ചേഞ്ച്, അതായത് ഈ രണ്ടും കൂടെ ഇതിൻ്റെ ഒരു ഇതളും ഇതിൻ്റെ ഒരു ഇതളുമായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് കിട്ടാറുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ടല്ലേ? അതെ അങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഈ ടൈമിൽ നമ്മുടെ തേനീച്ചകളുടെ ഒരു പോളിനേഷൻ പരാഗണ ഇതനുസരിച്ചിട്ട് തന്നെ വെറൈറ്റി കളറുകളും നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ആ കളേഴ്സ് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ വിരിയണം കാണുന്ന കളേഴ്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടണതൊക്കെ നമുക്ക് അങ്ങനത്തെ കളറുകൾ തന്നെയായിട്ടാണ് കിട്ടാറ്. ഇതൊക്കെ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു കളറാണ്. അതെ 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 2 പൂക്കൾ തമ്മിൽ പോളിനേഷൻ ചെയ്ത് ഹാൻഡ് പോളിനേഷൻ ചെയ്തിട്ട് നമുക്ക് കിട്ടിയൊരു കളറാണ് ഈ കളർ എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് കളേഴ്സ് ഇതിൽ ഈ നമ്മുടെ പർസ്ലൈൻ ഐറ്റംസിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇങ്ങനെ ഒരു വെറൈറ്റീസ് ഇങ്ങനെ വരുന്നത്. അതുപോലെ ഇതൊക്കെ നമുക്ക് മഞ്ഞയിൽ ഒരു ഓറഞ്ച് പോലെ ഒരു കളറ് വരുന്നതാണ്. പിന്നെ ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇന്നലെയൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ചില ദിവസം ഫ്ലവറിങ് അതെ ചില ദിവസം കുറവായിരിക്കും ഫ്ലവറിങ്. അത് കൊടുക്കാൻ ആവശ്യക്കാർക്ക് കവറിൽ നമ്മൾ അതെ അതെ ഇതിപ്പോ നമ്മ ഒരു വരുമാന മാർഗമാക്കി നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇതിപ്പോൾ നമുക്ക് വരുമാന മാർഗമാക്കി നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം നമുക്ക് വാങ്ങിക്കേണ്ടത് നമ്മൾ കളക്ഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് വരുന്നുള്ളൂ. പിന്നെ നമുക്കത് ഓൾറെഡി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ഓരോന്ന് നമ്മുടെ കയ്യിൽ മദർ പ്ലാന്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമുക്കതങ്ങനെ ചെയ്ത് കൊണ്ടുപോവാം. അപ്പോൾ ഓരോ വീട്ടമ്മമാർക്കും നമുക്ക് വീട്ടിലിരുന്ന് അതൊരു റിലാക്സും കൂടിയാണ്. ഈ പൂക്കളിലൊക്കെ നോക്കുമ്പോൾ ഒരു റിലാക്സ്, ഒരു നേരം പോക്ക്, അങ്ങനെയൊക്കെ ഒരു രീതിയിലും ഒരു ചെറിയ വരുമാന മാർഗ്ഗമായിട്ടും നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ബിസിനസ് എന്ന് തന്നെ പറയാം നമുക്ക് ഈ 10 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ. സെയിൽ നടക്കണമെന്ന് വെച്ചാൽ നമ്മൾ 3 സ്റ്റെം വെച്ചിട്ട് നമ്മൾ ടാഗ് ചെയ്ത് ഓരോ കളറും സെപ്പറേറ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഇപ്പോൾ 10 രൂപ വെച്ചിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. 3 സ്റ്റെം ഉണ്ടാവും. നമ്മൾ 10 രൂപ വെച്ചിട്ട് 3 സ്റ്റെം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റെം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്ര നീട്ടുണ്ടാവും നമ്മുടെ ഇപ്പോൾ ഒരു സ്റ്റെം എന്ന് പറയുന്നത് തന്നെ. ഇതിൽ നിന്ന് തന്നെ ഒരു 5-6 പീസ് നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാം. ഒരു സ്റ്റെമ്മിൽ നിന്ന് തന്നെ ചെയ്യാം. അതുപോലത്തെ 3 സ്റ്റെം വെച്ചിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഒരു കളറിന്റെ. അതെ അതെ ഒരു കളറിന്റെ ഓർഡറുകൾ നമ്മൾ ആ ഫേസ്ബുക്ക് വഴി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൂപ്പുകൾ, നമ്മുടെ റിലേറ്റീവ്സിന്റെ ആയാലും ഫ്രണ്ട്സുകളുടെ ആയാലും ഒക്കെ ഗ്രൂപ്പുകൾ വഴി അവർ അതെ വാട്സപ്പ് കൂട്ടായ്മ വഴിയൊക്കെ നമുക്ക് ഓർഡറുകൾ വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് നമ്മൾ തിങ്കൾ വ്യാഴം ഡേകളാണ് ഡെലിവറി ചെയ്യാറ്. അതെ കൊറിയർ ചെയ്യുന്നത് നമ്മൾ അങ്ങനെയാണ്. അതെ അപ്പൊ അത്യാവശ്യം നമുക്ക് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. അതെ ഇപ്പൊ സീസണാണ്. ശരിക്കും നമുക്കൊരു 6 മാസത്തെ ഒരു ഓർഡറുകളാണ് നമുക്ക് ശരിക്കും 10 മണിയുടെ കാര്യത്തിൽ കിട്ടുള്ളൂ. മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന് ഫ്ലവറിങ്ങും കുറവാണ്. പിന്നെ നമ്മളത് പ്രൂൺ ചെയ്ത് നിർത്തേണ്ട ഒരു ടൈമാക്കി നമ്മൾ വെക്കുകയാണ് ചെയ്യണത്. എന്നാലാണ് നമുക്ക് അടുത്ത സീസണിലേക്ക് നമുക്ക് അടുത്ത ചെടിയായിട്ടും നമുക്ക് സെയിൽ ചെയ്യാനായിട്ടും കഴിയുള്ളൂ.
അതുപോലെ DTDCയുടെ കൊറിയർ വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോ അത്യാവശ്യം എത്ര വെറൈറ്റി കളർ വെറൈറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്? ഇപ്പോൾ നമ്മൾ 20 കളറാണ് ഇപ്പോൾ കൊടുക്കുന്നത്. 20 കളർ വെറൈറ്റി നമ്മളിപ്പോ കൊടുക്കാറുണ്ട്. അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളിപ്പോൾ 20 വെറൈറ്റീസ് ആണ്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് ഒരു 10 രൂപ റേറ്റ് ആണ് വരുന്നത്. അതെ, 10 രൂപ. അപ്പോൾ ടോട്ടൽ നമുക്ക് 50 രൂപ കൊറിയർ ചാർജ് ആണ് നമ്മൾ വാങ്ങുന്നത്. 50 രൂപ കൊറിയർ ചാർജ് എക്സ്ട്രാ. അപ്പോൾ 250 രൂപ നമുക്ക് അവർ ഗൂഗിൾ പേ ചെയ്തിട്ടാണ് നമുക്ക് കസ്റ്റമേഴ്സ് ഗൂഗിൾ പേ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ 20 വെറൈറ്റിയും പ്ലസ് കൊറിയർ ചാർജും കൂടെ 250 രൂപ നമുക്ക് ഗൂഗിൾ പേ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അതെ, നമ്മുടെ നമ്പറിൽ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. ഓൾ കേരള, പിന്നെ ചെന്നൈ, ബാംഗ്ലൂരൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക്. എന്താ വെച്ചാൽ അവിടെയൊക്കെ റേറ്റ് കൂടുതൽ പറയുന്നുണ്ട്. നമുക്ക് കേരളത്തിൽ റേറ്റ് കൂടുതലാണ്, ബാംഗ്ലൂരിലൊക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഓർഡേഴ്സ് നമുക്ക് അങ്ങനെ അവിടെ നിന്ന് വരാറുണ്ട്. അവിടെ റേറ്റിൻ്റെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്കിവിടെ ചീപ്പ് റേറ്റ് ആണ്. അവർക്ക് ഇവിടുത്തെ നോക്കുമ്പോൾ കേരളത്തിലെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ചീപ്പ് റേറ്റ് ആണെന്ന് പറയുന്നുണ്ട് അവർ. അപ്പോൾ ഇവിടെ വന്ന് കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കൊറിയർ ചാർജിന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഇവിടെയുള്ളവരും നമുക്ക് നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ നമുക്ക് ഇവിടെ വീട്ടിൽ വന്ന് തന്നെ അത് ചാലക്കുടിയിൽ എത്തിക്കാനുള്ളത് നമ്മുടെ ഹസ്ബൻഡ് ചെയ്തു കൊടുക്കാറുണ്ട്, എത്തിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് ഇതിന് കൂടുതൽ പൂവുണ്ടാവാൻ വേണ്ടി ഇതിൽ കൂടുതൽ പൂവുണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കൊടുക്കുന്ന വളങ്ങൾ നമ്മൾ ഈ ചാണക സ്ലറി, കടലപ്പിണ്ണാക്ക്, അതിൻ്റെ ഒരു സ്ലറിയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റ്, അതായത് നമുക്ക് ഈ മുട്ടത്തോട്, ചായച്ചണ്ടി, ഈ നേന്ത്രപ്പഴം, ഇവരുടെയൊക്കെ തൊണ്ട് ഉണക്കി പൊടിച്ച് നമ്മളൊരു ബോട്ടിലാക്കിയിട്ട് വെക്കാറുണ്ട്. അപ്പോൾ അത് ആഴ്ചയിൽ ഓരോ ടീസ്പൂൺ വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വീട്ടിൽ വേസ്റ്റാണ് ശരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മെയിൻ ഒരു പ്രശ്നം ഈ 10 മണിക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുടിപ്പ് രോഗം വരുന്നുണ്ട്. ഇലകളൊക്കെ ഒരു കുരുടിച്ച്, അതൊരു മീലി ബഗ്സിൻ്റെ ഒരു ആക്രമണമാണ്. അത് നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം. ചില ചെടികൾ ഇപ്പോൾ ഇവിടെ ഒന്നും പ്രശ്നമില്ല, നമ്മളതിനെ കെയറിങ് ചെയ്യുന്ന കാരണം കൊണ്ട്. അപ്പോൾ മീലി ബഗ്സിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഇല കുരുടിച്ച് പോയിട്ട് നിറയെ തുമ്പത്ത് വന്ന് അതിൻ്റെ ഈ മീലി ബഗ്സ് വന്നിരുന്ന് നീരൂറ്റി കുടിച്ചിട്ടാണ് ഇലകൾ അങ്ങനെ ചുരുണ്ടു പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പെണ്ണ, കാന്താരിമുളക്, വെളുത്തുള്ളി ഇതും കൂടെ ചതച്ചിട്ട് നമ്മൾ സ്പ്രേ, വേപ്പെണ്ണയും പിന്നെ ഒരു ഇത്തിരി ഷാമ്പുവും കൂടെ ചേർക്കും. അതും കൂടെ ചേർത്ത് നമ്മൾ സ്പ്രേ ചെയ്യുകയാണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇവർക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറിക്ക് ചെയ്യുന്ന എന്ത് വളം വേണമെങ്കിലും നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്ത് വളം ഇട്ട് കൊടുക്കാം. അതുപോലെ കീടനാശിനികൾ എന്തും നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ടൈമില്ല, ഈ സ്ലറി ഉണ്ടാക്കാനൊന്നും ടൈമില്ല എന്നുള്ളവർക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് വളങ്ങൾ, രാസവളങ്ങൾ വേണമെങ്കിൽ ചെടികളല്ലേ, രാസവളങ്ങൾ ചെയ്ത് കൊടുക്കാം. ടൈമില്ല എന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എന്തോരം നേരം ഒരു ദിവസം ഇതിൻ്റെ കൂടെ ചിലവഴിക്കേണ്ടി വരും? ഇതിൻ്റെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മതിയാവും. നമുക്ക് രാവിലെ തന്നെ നനവോ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഒരു 8 മണിക്കുള്ളിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ വലിയ കയറിങ് പിന്നെ വരണില്ല. പിന്നെ എന്താ വെച്ചാൽ ഈ ടൈമൊക്കെ നല്ല ചൂട് ടൈമാണ്. അപ്പോൾ ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട് ഉച്ച നേരത്തൊന്ന് ഒരു വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തുകൊണ്ട് യാതൊരു വിഷയമില്ല കേട്ടോ. അവർക്കൊരു ഫ്രഷ്നെസ്സും കൂളിങ്ങും ഒക്കെ ആവും. ഉച്ച നേരത്തൊന്ന് വെള്ളം കടയിലൊഴിക്കാനല്ല, വെറുതെ ഇലകളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ ഒരു ഫ്രഷ്നെസ്സാണ് അവർക്ക്. ഉച്ചയാകുമ്പോഴൊക്കെ ഒന്ന് വാടി ഇതായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് വെയിലിൻ്റെ ചൂടുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു 10 മണിയുടെ ഒരു ചെറിയൊരു കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. ഇതുപോലെ തന്നെ ഓരോ വീട്ടമ്മമാർക്കും ചെയ്യാൻ പറ്റിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഒരു ചെറിയൊരു വരുമാന മാർഗ്ഗമാണ്. എല്ലാവരും അതിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ശ്രമിക്കുക. അങ്ങനെയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ചെടികൾ ആവശ്യമുള്ളവർ ഈ നമ്മുടെ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതെ, ഓക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള നിങ്ങളുടെ കൃഷികൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള നിങ്ങളുടെ പെറ്റ്സിൻ്റെ വീഡിയോസൊക്കെ മറ്റുള്ളവർക്ക് എത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ചെയ്യുന്നവർക്കും നമ്മളെ വിളിക്കാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു കിടിലൻ ബ്രീഡറുടെ വിശേഷങ്ങളായിട്ട് കണ്ടുമുട്ടാം.